MDMA-യും കഞ്ചാവും 86,000 രൂപയുമായി യുവാവിനെ വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി. കണ്ണൂർ തലശ്ശേരി സ്വദേശി അരുൺ പവിത്രനാണ് പിടിയിലായത്. ബന്ധുവീട്ടിൽ എത്തിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മാരക മയക്കുമരുന്നുമായി ഇയാൾ പിടിയിലായത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. കണ്ണൂർ തലശ്ശേരി സെൻട്രൽ പൊയിലൂർ സ്വദേശി പൊയ്ക്കാടൻവിട വീട്ടിൽ അരുൺ പവിത്രൻ 30 പിടിയിലായത്. ഇയാൾക്കെതിരെ മുൻപും കണ്ണൂർ ജില്ലയിൽ വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ബന്ധുവീടായ വണ്ടിപ്പെരിയാർ 62 മൈൽ പള്ളിപ്പടിക്ക് സമീപം സ്ഥിരമായി എത്തുന്നു എന്ന പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വരവും പോക്കും പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇന്നലെ തലശ്ശേരിയിൽ നിന്നും 9 മണിയോടുകൂടി ഇയാൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം മൊബൈൽ ഫോണിന്റെ ടവർ ഉപയോഗിച്ച് പോലീസിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണം നടത്തുന്നതിന് ഇടയിലാണ് രാവിലെ 7 മണിയോടുകൂടി വണ്ടിപ്പെരിയാറിലെ ബന്ധുവീട്ടിൽ ഇയാൾ എത്തുകയാണ് ഉണ്ടായത്. ഈ സമയം ഇയാളുടെ പക്കൽ MDMA, കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് ഡാൻസ് ഓഫ് സംഘം ഇയാളെ പിടികൂടുകയാണ് ഉണ്ടായത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ പക്കൽ നിന്നും 86,000 രൂപയും 3.8 ഗ്രാം MDMA-യും 10 ഗ്രാമിലധികമുള്ള കഞ്ചാവും പിടികൂടുകയാണ് ഉണ്ടായത്. തുടർന്ന് വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ അമൃത സിംഗ് നായകത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തു. വിശദമായ പരിശോധന നടത്തുകയും ചെയ്തു. എന്നാൽ മറ്റു ലഹരി ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. സംഭവത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇയാൾ ഇതിനു മുൻപും ലഹരി കടത്ത് കേസിലെ പ്രതിയായും ഇയാളുടെ ഭാര്യയും MDMA അടക്കമുള്ള ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇയാളെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.